ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 4 മണി കാപ്പിക്ക് ഒരു ഉഗ്രൻ പലഹാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വരിക്കച്ചക്ക വരട്ടി ഉണ്ടാക്കുന്ന കുമ്പിളപ്പമാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കുമ്പിളപ്പത്തിലും ഏറെ സ്വാദാണ് ഇങ്ങനെ കുമ്പിളപ്പം നമ്മൾ തയ്യാറാക്കുമ്പം. 4 മണിക്ക് ചായയുടെയും കാപ്പിയുടെയും ഒക്കെ കൂടെ അടിപൊളിയാണ് കഴിക്കാൻ. കണ്ടില്ലേ, നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കുന്ന കുമ്പിളപ്പം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ചക്ക ഇങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ട്. അത് ചെറിയ പീസസ് ആക്കി നമുക്ക് ഒരു പാനിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് 1 വർഷം മുമ്പൊക്കെ വരട്ടി വെച്ചതാണ്. നമ്മളിങ്ങനെ ചക്കയുടെ സീസണിൽ വരട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പം വേണേലും ഇതുപോലെ കുമ്പിളപ്പം തിന്നണമെന്ന് തോന്നുമ്പോഴെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് ഞുറുക്കി ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അതിൻ്റെ തണുപ്പെല്ലാം മാറി കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒന്ന് ഇളക്കി നിരത്തിയിട്ട് കൊടുക്കാം. ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് ഇത് അലിഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ വെറുതെ നമ്മൾ വരിക്കച്ചക്ക കൊണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കുന്നതിലും ഏറെ സ്വാദാണ് ഇങ്ങനെ വരട്ടി ഉണ്ടാക്കുന്ന കുമ്പിളപ്പത്തിന്. അപ്പം ഞാനിത് നന്നായിട്ട് തിളപ്പിച്ച് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പം ചക്ക വരട്ടി ഇതുപോലെ അതേ ഒരു സ്റ്റേജായി. അതിൻ്റെ ചൂടെല്ലാം നന്നായിട്ടൊന്ന് മാറണം. ഇനി നമുക്കത് വാങ്ങി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ആദ്യം നമുക്ക് ഒരു വലിയ മുറി തേങ്ങ ചുരുണ്ടിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഏറെ ചേർത്താൽ അത്രയും സ്വാദാണ്. തേങ്ങ പീര ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇനി നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ കുമ്പിളപ്പം തയ്യാറാക്കുന്നത്. അരിപ്പൊടിയോ റവയോ ഒക്കെ ചേർത്ത് കപ്പപ്പൊടിയൊക്കെ കൊണ്ട് നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചേർക്കുന്നത്. നമുക്ക് ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഷ്ടമാണെങ്കിൽ അല്പം ചുക്കുപൊടിയോ ഏലക്കാപ്പൊടിയോ ഒക്കെ ചേർക്കാം. ഞാൻ വറുത്ത് പൊടിച്ച ജീരകം ആണ് ചേർക്കുന്നത്. അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു മണമാണ് ഈ ചക്ക വരട്ടിയതിലേക്ക് ഈ തേങ്ങായും ഈ സ്പൈസസും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതാദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് ഇത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കാനായിട്ട്. അതിലേക്ക് ഓരോ കപ്പ് ഗോതമ്പ് പൊടിയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ നമ്മൾ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ്. ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം ഗോതമ്പ് പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഈ കുമ്പിളപ്പം ഭയങ്കര ഒരു കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ കുമ്പിളപ്പം. അപ്പോൾ ഇപ്പോഴും അത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ ഒരു ചെറുപ്പകാലത്തിലെ ഒരു ഫീലിംഗാണ് നമുക്ക്. നല്ല മഴയൊക്കെയുള്ള സമയത്ത് ഇതുപോലെ കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കി നല്ല കട്ടൻ കാപ്പിയുടെയൊക്കെ കൂടെ കഴിക്കുമ്പം കിട്ടുന്ന ആ ഒരു രസം. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് ഇതുപോലെ ആകണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ വഴനയിലയിൽ തന്നെ വേണം നമ്മൾ തയ്യാറാക്കാൻ. ചിലർ വാഴയിലയിലും വട്ടയിലയിലും ഒക്കെ ഇത് തയ്യാറാക്കും. പക്ഷേ ഈ വഴനയില, ഇടനയില എന്നൊക്കെ പറയും, അതിൽ തന്നെ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുമ്പം പ്രത്യേക ഒരു മണവും ഒരു രുചിയും ഒക്കെയാണ്. അപ്പോൾ ഇതുപോലെ കുമ്പിള് കൂട്ടി അതിലേക്ക് ഓരോ ചെറിയ ഉരുള വീതം വെച്ച് കൊടുത്ത് വീണ്ടും അത് അടച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് പരന്ന് വരും. ചിലർ ഈ കുമ്പിളിൻ്റെ അതേ ഷേപ്പിൽ, ഉരുണ്ട ഷേപ്പിൽ ആണ് തയ്യാറാക്കുന്നത്. എനിക്കിതുപോലെ ഇങ്ങനെ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒരു ചെറിയ അടയുടെ ഒരു ഷേപ്പിലാക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ എല്ലാം തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചെമ്പിൽ നന്നായിട്ട് വെള്ളം വെട്ടി തിളയ്ക്കാനായിട്ട് വെക്കണം. ഏകദേശം ഇതൊരു അരമണിക്കൂറോളം ഇരുന്ന് വേഗണം. അതുകൊണ്ട് നന്നായിട്ട് അപ്പച്ചെമ്പിൽ വെള്ളം വെക്കണം. തട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കുമ്പിളപ്പം എല്ലാം
അടുക്കി കൊടുക്കാം. ഇതിന് തെരളിയപ്പമെന്നും ചില സ്ഥലത്തൊക്കെ പറയാറുണ്ട്. എല്ലാം ഞാൻ അടുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചെമ്പ് അടയ്ക്കാം. ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അപ്പച്ചെമ്പിൻ്റെ അടപ്പൊന്ന് തുറക്കുമ്പം അതിൻ്റെ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അത്രയ്ക്കും നല്ല മണമാണ്. ഇത് കണ്ടില്ലേ, എനിക്ക് ഈ കളറിലിരിക്കുന്ന കുമ്പിളപ്പമാണ് ഇഷ്ടം. മഞ്ഞ നിറത്തിലുള്ള കുമ്പിളപ്പം എനിക്കിഷ്ടമല്ല. നമ്മൾ ഈ കുഴച്ചക്കയുടെയും ഒക്കെ ചാറെടുത്തിട്ട് ഒട്ടും വരട്ടി ഇല്ലാതെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതൊരു മഞ്ഞ നിറത്തിലിരിക്കുക. എനിക്ക് അതിലും ഇഷ്ടം ഇങ്ങനെ വരട്ടി ഉണ്ടാക്കുന്ന. അപ്പോൾ കൂഴച്ചക്കയുടെ ചാറാണെങ്കിലും നമുക്കതുപോലെ വരട്ടി ശർക്കര ചേർത്ത് വരട്ടി അല്പം നെയ്യൊക്കെ ചേർത്ത് എടുത്ത് വെച്ചാൽ ഇതുപോലെ നമുക്ക് കുമ്പിളപ്പം തയ്യാറാക്കാം. അപ്പം 4 മണി ചായയുടെ കൂടെ ഇതുപോലെ ഒരു കുമ്പിളപ്പം ഒന്ന് കഴിച്ച് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ഒരു ചെറുപ്പത്തിൻ്റെ ആ ഒരു രുചി സ്കൂൾ വിട്ട് വരുമ്പം അമ്മ തയ്യാറാക്കി തന്നിരുന്ന ആ കുമ്പിളപ്പത്തിൻ്റെ ഒരു സ്വാദോർമ്മയാണിത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.